മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ വിചാരണയാണ് വിഷയം. ഗാന്ധി വധത്തിന്റെ വിചാരണ നടന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചായിരുന്നു. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി AD 1638 പണിതീർത്തതാണ് ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട്. പല ചരിത്ര പ്രാധാന്യമുള്ള വിചാരണകൾക്കും റെഡ് ഫോർട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 1857 വിപ്ലവത്തിന് ശേഷം അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ സഫറിന്റെ വിചാരണയായിരുന്നു. രണ്ടാമത്തേത് 1945 INA ഭടന്മാരുടെ വിചാരണയായിരുന്നു. മൂന്നാമത്തേതായിരുന്നു മഹാത്മാഗാന്ധി വധത്തിന്റെ വിചാരണ. 9 പേരെയാണ് ഗാന്ധി വധവുമായി സംബന്ധിച്ച് റെഡ് ഫോർട്ടിൽ വെച്ച് വിചാരണ ചെയ്തത്. നഥുറാം വിനായക് ഗോഡ്സെ 37 വയസ്സ്, നാരായൺ ദത്താത്രായ് ആപ്തെ 34 വയസ്സ്, വിഷ്ണു രാമകൃഷ്ണ കാർക്കറെ 37 വയസ്സ്, ദിഗംബർ രാമചന്ദ്ര ബാഡ്ജ് 39 വയസ്സ്, മദൻലാൽ കാശ്മീരിലാൽ പഹ്വ 20 വയസ്സ്, ശങ്കർ കൃഷ്ണയ്യ 20 വയസ്സ്, ഗോപാൽ വിനായക് ഗോഡ്സെ 27 വയസ്സ്, ദത്താത്രായ് സദാശിവ് പർച്ചൂരെ 40 വയസ്സ്, വിനായക് ദാമോദർ സവർക്കർ 65 വയസ്സ്. ഈ 9 പേരെയും വിചാരണക്കാലം അത്രയും റെഡ് ഫോർട്ടിലെ പ്രത്യേക പ്രിസണിനുള്ളിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. ഗാന്ധി വധത്തിന്റെ വിചാരണയ്ക്ക് വേണ്ടി വളരെ വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു റെഡ് ഫോർട്ടിൽ നടത്തിയത്. റെഡ് ഫോർട്ടിന്റെ 2ാം നിലയിലെ വിശാലമായ ഒരു ഹാളായിരുന്നു കോടതിയായി രൂപാന്തരപ്പെടുത്തിയത്. അവിടെ ജഡ്ജിന് വേണ്ടി ഒരു ഉയർന്ന പീഠം അറേഞ്ച് ചെയ്തിരുന്നു. ജഡ്ജിന്റെ വലതുവശത്ത് പ്രതികളായ 9 പേർക്കും ഇരിക്കുവാൻ ബെഞ്ചുകൾ ഇട്ടിരുന്നു. സാക്ഷികൾ ജഡ്ജിന്റെ ഇടതുവശത്തെ ബെഞ്ചുകളിലിരുന്നു. പത്രപ്രവർത്തകർക്കും സന്ദർശകർക്കും വേണ്ടി 200 കസേരകൾ ഹാളിൽ അറേഞ്ച് ചെയ്തിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ഹാളിലായിരുന്നു കേസിന് ആസ്പദമായ പോലീസ് റെക്കോർഡ്സുകൾ സൂക്ഷിച്ചിരുന്നത്. ജസ്റ്റിസ് ആത്മചരൺ ICS അദ്ദേഹമായിരുന്നു വാദം കേട്ടത്. സവർക്കറിന് വേണ്ടി ഹാജരായത് LB ഭോപാത്കർ, ജംനാദാസ് മേത്ത എന്നീ 2 അഭിഭാഷകരായിരുന്നു. സവർക്കറുടെ പ്രായവും ആരോഗ്യവും പരിഗണിച്ച് സവർക്കർക്ക് കോടതി കുഷ്യൻ കസേര അനുവദിച്ചു. സവർക്കറും നാഥുറാവും ഒഴികെ മറ്റു പ്രതികളെല്ലാവരും വിചാരണയിൽ ഉടനീളം പരസ്പരം സംസാരിക്കുകയും തമാശ പറഞ്ഞ് ചിരിക്കുന്നതും കാണാമായിരുന്നു. വിചാരണയിൽ ഉടനീളം സവർക്കർ ആരോടും ഒന്നും സംസാരിച്ചില്ല, ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അഭിഭാഷകരോടൊഴിച്ച്. വിചാരണ സമയത്ത് നാഥുറാം സവർക്കറിന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും സവർക്കർ നാഥുറാമിനെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഗാന്ധിവധത്തിന്റെ വിചാരണയുടെ ഒരു പ്രത്യേകത, ഗോഡ്സെ മാത്രമാണ് ക്രൈം സൈറ്റിൽ നിന്നും പോലീസ് പിടികൂടിയത്. പ്രതികളാക്കപ്പെട്ട മറ്റ് വ്യക്തികളെക്കുറിച്ച് ഗോഡ്സെ ഒരിക്കലും മൊഴി കൊടുത്തിരുന്നില്ല. ബാക്കി പ്രതികളെയും സാക്ഷികളെയും പോലീസ് പിടികൂടുന്നത് ദിഗംബർ ബാഡ്ജ് എന്ന പോലീസ് അപ്രൂവറിന്റെ ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ബാഡ്ജ് ബോംബെ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹോദരനായിരുന്നു. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഡൊമിനിക് ലാപ്പിയറിന്റെയും ലാരി കോളിൻസിന്റെയും ബുക്കിൽ ദിഗംബർ ബാഡ്ജ് എന്ന പോലീസ് അപ്രൂവറിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. അതിൽ പറയുന്നത് 1931 48 ഇടയിൽ ഏതാണ്ട് 37 പ്രാവശ്യം ബാഡ്ജ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊലപാതകവും മോഷണവും അടക്കം പല കേസുകളിലായിട്ട്. അതിലൊന്നിൽ മാത്രമായിരുന്നു ശിക്ഷിക്കപ്പെട്ടത്. ഇപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ മൊഴിയെ വിശ്വസിച്ച് പ്രമാദമായ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയ പോലീസ് ഒരിക്കൽ പോലും അയാളുടെ ബാക്ക്ഗ്രൗണ്ടോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഒന്നും അന്വേഷിച്ചില്ല. അയാൾ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോയി. നാഥുറാം ഗോഡ്സെ കോടതിയിൽ വായിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വളരെ ഡീറ്റെയിൽഡായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. വളരെ വൈകാരികമായി നാഥുറാം അത് കോടതിക്ക് മുമ്പിൽ വായിച്ചു. നാഥുറാമിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിച്ചു. 1968 ബോംബെ ഹൈക്കോർട്ടാണ് നിരോധനം മാറ്റിയത്. അതിനുശേഷം നാഥുറാമിന്റെ ഇളയ സഹോദരൻ ഗോപാൽ ഗോഡ്സെ അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്ന പേരിൽ. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരികെ ഇന്ത്യയിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും എത്രമാത്രം
ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായിരുന്നു എന്ന് വരച്ചു കാട്ടുവാനായിരുന്നു ഗോഡ്സെ ശ്രമിച്ചത്. 5 മണിക്കൂർ നീണ്ട സ്റ്റേറ്റ്മെന്റിൽ നാഥുറാം ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ ചുരുക്കം ചിലത് ഞാനിവിടെ പറയാം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഖിലാഫത്ത് എന്ന മുസ്ലിങ്ങളുടെ മതപരമായ സമരത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി മഹാത്മാഗാന്ധി കൂട്ടിക്കെട്ടി. കൂടാതെ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുവാൻ അഫ്ഗാനിലെ അമീറിന് ഗാന്ധിജി കത്തയച്ചു. ആര്യ സമാജം നേതാവ് സ്വാമി ശ്രദ്ധാനന്ദൻ അബ്ദുൽ റഷീദ് എന്ന മുസ്ലിം യുവാവിനാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനോട് ഗാന്ധിജി സ്വീകരിച്ച സമീപനം ദേശീയബോധമുള്ള ആരെയും വിഷമത്തിലാക്കുന്നതായിരുന്നു. 1936 മുസ്ലിം ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബ്രിട്ടീഷുകാർ സിന്ധ് ബോംബെ പ്രോവിൻസിൽ നിന്നും വിഭജിച്ച് കറാച്ചി കേന്ദ്രമായി ഒരു പുതിയ പ്രോവിൻസ് ആക്കി മാറ്റിയെടുത്തു. ഇതിനെതിരെ കോൺഗ്രസോ ഗാന്ധിജിയോ യാതൊരു എതിർപ്പ് ഉയർത്തിയില്ല. കൂടാതെ വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് ഗാന്ധിജി അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ടു എന്നായിരുന്നു ഗോഡ്സെയുടെ വാദം. 1932 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഒരു നിയമമായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലങ്ങൾ വേർതിരിച്ച് കൊടുക്കുന്നതായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും മതാടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നതിനെ ഗാന്ധിജി അനുകൂലിച്ചിരുന്നു. എന്നാൽ ഹിന്ദുക്കളിൽ ജാതി അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലം സംവരണം ചെയ്യുന്നതിനെ ഗാന്ധിജി എതിർത്തിരുന്നു. ഹിന്ദു സമൂഹം വിഭജിക്കപ്പെടുവാൻ അത് കാരണമാകും എന്ന് അദ്ദേഹം ഭയന്നു. എന്നാൽ മുസ്ലിം സമുദായത്തിന് മതാടിസ്ഥാനത്തിൽ ഒരു ബാർഗൈനിങ് പവർ ഉണ്ടാക്കി കൊടുക്കുവാൻ കാരണമായ കമ്മ്യൂണൽ അവാർഡിനോട് ഗാന്ധിജി സ്വീകരിച്ച സമീപനമായിരുന്നു ഗോഡ്സെ തന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ മറ്റൊരു കാര്യം. സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ഇന്ത്യ വിഭജിക്കുക എന്ന പ്രപ്പോസൽ ഗാന്ധിജിയും കോൺഗ്രസും അംഗീകരിച്ചു. ജിന്നയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഗാന്ധിജി കീഴടങ്ങി എന്ന് ഗോഡ്സെ കരുതിയിരുന്നു. വിഭജനത്തെ തുടർന്ന് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും നേരെ മുസ്ലിങ്ങൾ നടത്തിയ അതിക്രൂരമായ ആക്രമണത്തോട് ഗാന്ധിജി പാലിച്ച നിശബ്ദത ആയിരുന്നു ഗാന്ധിജിയെ വധിക്കുവാൻ ഗോഡ്സെ കണ്ട മറ്റൊരു കാരണം. വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് ഓടി വന്ന ഹിന്ദു സിഖ് അഭയാർത്ഥികൾ കയറി താമസിച്ചത് മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ പള്ളികളിലായിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങളായിരുന്നു നാഥുറാം തന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. നാഥുറാമിന്റെ സ്റ്റേറ്റ്മെന്റിലെ കുറച്ചു ഭാഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഞാനൊന്ന് വായിക്കാം. രാഷ്ട്രത്തിനു വേണ്ടി ഗാന്ധിജി ധാരാളം കഷ്ടതകൾ സഹിച്ചു എന്ന് സമ്മതിക്കുവാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉണർവ് വരുത്തി. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഗാന്ധിജി ഒന്നും ചെയ്തില്ല. പക്ഷേ അഹിംസ എന്ന തത്വശാസ്ത്രം തികഞ്ഞ പരാജയമാണ് എന്ന് അംഗീകരിക്കുവാൻ അദ്ദേഹം സത്യസന്ധത കാട്ടിയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. ഗാന്ധിജി രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളെ ഓർത്താണ് വെടിയുതിർക്കുന്നതിന് മുൻപ് ഞാൻ ഗാന്ധിജിയെ ആശംസിക്കുകയും ബഹുമാനത്തോടെ വണങ്ങുകയും ചെയ്തത്. എന്നാൽ രാജ്യത്തിന്റെ ഈ സേവകന് പോലും രാജ്യത്തെ വിഭജിക്കുവാൻ അവകാശമില്ല എന്ന് ഞാൻ കരുതുന്നു. സവർക്കറുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും നാഥുറാം തന്റെ സ്റ്റേറ്റ്മെന്റിൽ സംസാരിച്ചു. സവർക്കർ താമസിച്ചിരുന്നത് ബോംബെയിൽ സവർക്കർ സദൻ എന്ന സ്വന്തം വീട്ടിലായിരുന്നു. സവർക്കർ സദന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹിന്ദു മഹാസഭ ഓഫീസും സവർക്കർ താമസിച്ചിരുന്നത് മുകളിലത്തെ നിലയിലുമായിരുന്നു. നാഥുറാം പല പ്രാവശ്യം സവർക്കർ സദനിലെ ഹിന്ദു മഹാസഭ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ അപൂർവമായ സവർക്കറെ കണ്ടിട്ടുള്ളൂ. അതും മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രം. നാഥുറാം രാഷ്ട്രീയത്തിൽ വരുന്ന ആദ്യ നാളുകളിൽ സവർക്കറായിരുന്നു നാഥുറാമിന്റെ മെന്ററും ഉപദേശകനും ഒക്കെ. ആരോഗ്യപരമായ കാരണങ്ങളാൽ സാവർക്കർ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും ശ്യാമപ്രസാദ് മുഖർജി അധ്യക്ഷനായി വരികയും ചെയ്തതോടെ പാർട്ടി ഒരു കോൺഗ്രസ് ലൈൻ സ്വീകരിക്കാൻ തുടങ്ങി. അതോടെ നാഥുറാം അടക്കമുള്ള പലരും പാർട്ടിയിൽ നിന്നകന്നു. ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. 1946 ഓഗസ്റ്റിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ ഡേ, അതിൽ നവഖാലിയിൽ ഹിന്ദുക്കൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടു. അതേ തുടർന്ന് ഡൽഹിയിലെ ബാങ്കി കോളനിയിൽ മഹാത്മാഗാന്ധി ഒരു പ്രാർത്ഥനായോഗം വിളിച്ചു ചേർത്തു. ആ പ്രാർത്ഥനായോഗത്തിൽ ഖുർആനും പാരായണം ചെയ്തു.
ഗാന്ധിജിക്ക് ഭഗവത്ഗീത ഏതെങ്കിലും പള്ളിയിൽ പാരായണം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോഡ്സെയും ആപ്തയും ചില അഭയാർത്ഥികളും ചേർന്ന് ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ സവർക്കർ നാഥുറാമിനെയും കൂട്ടരെയും ശകാരിക്കുകയും ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഇന്ത്യ വിഭജനത്തെ സാവർക്കറും തത്വത്തിൽ അംഗീകരിച്ചതോടെ നാഥുറാം അടക്കമുള്ള ധാരാളം യുവാക്കൾ സാവർക്കറിൽ നിന്നും അകന്നു. കൂടാതെ ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ അംഗമാകുവാൻ ശ്യാമപ്രസാദ് മുഖർജിക്ക് അനുവാദം കൊടുത്തതും 1947 ഓഗസ്റ്റ് 15 സാവർക്കർ സ്വന്തം വീട്ടിൽ ദേശീയ പതാക ഉയർത്തിയതും നാഥുറാമിന് അംഗീകരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല. 5 മണിക്കൂർ നീണ്ട തന്റെ സാക്ഷ്യപത്രം ഗോഡ്സെ അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്. അതിൽ ഗോഡ്സെ പറയുന്നത് ഇതാണ്: മഹാത്മജിയോട് ഞാൻ ഒരു ദയയും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും ദയ ആവശ്യപ്പെടുവാനുള്ള അവകാശവും എനിക്കില്ല. എനിക്ക് വേണ്ടി ആരും ദയ ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള എൻ്റെ ആത്മവിശ്വാസത്തിന് അതിനെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങൾക്കിടയിലും ഇളക്കം തട്ടിയിട്ടില്ല. ചരിത്രത്തിലെ സത്യസന്ധരായ എഴുത്തുകാർ എൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തുകയും ഭാവിയിൽ എന്തെങ്കിലും അതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുകയും ചെയ്യും എന്നതിൽ എനിക്ക് സംശയമില്ല. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നാഥുറാം ഉറക്ക വിളിച്ചു: അഖണ്ഡ ഭാരത് അമർ രഹേ, വന്ദേ മാതരം. നാഥുറാം സംസാരിച്ച 5 മണിക്കൂറും കോടതി പിൻ ഡ്രോപ്പ് നിശബ്ദമായിരുന്നു. ജഡ്ജും അഡ്വക്കേറ്റ് ജനറലും അടക്കം they were visibly moved. സന്ദർശകരിൽ പലരും കരയുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.